الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ, നമ്മുടെ ഈമാനികമായ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വളരെയേറെ നമ്മെ സഹായിക്കുകയും ഗൗരവത്തോടുകൂടി നാം കാണുകയും ചെയ്യേണ്ടുന്ന പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയും ഹദീസുകളിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മെ പഠിപ്പിച്ച ഗൗരവപ്പെട്ട ഒരു വിഷയത്തെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തുവാനാണ് ഉദ്ദേശിക്കുന്നത്. അറിയുക, അത് ഫദ്ലു ഗദ്ദിൽ ബസർ, ദൃഷ്ടി താഴ്ത്തുന്നതിൻ്റെ പ്രാധാന്യമാണ്. നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചു. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ജിന്നിനെയും മനുഷ്യനെയും സൃഷ്ടിച്ചത് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാനാണ്. അപ്രകാരം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ച ഓരോ അവയവങ്ങൾ കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത് അവനുള്ള ഇബാദത്താണ്. നമ്മുടെ കൈകൾ അല്ലാഹു സൃഷ്ടിച്ചതാണ്, അതിലൂടെ അല്ലാഹു ഇബാദത്ത് ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മുടെ കണ്ണുകൾ അല്ലാഹു നമുക്ക് സൃഷ്ടിച്ചു നൽകിയതാണ്, അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഇബാദത്തുകൾ ഉദ്ദേശിക്കുന്നുണ്ട്. അതേപോലെ നമ്മുടെ കാതുകളും മറ്റു ശരീരത്തിലെ മുഴുവൻ അവയവങ്ങളും അല്ലാഹു സൃഷ്ടിച്ചു. ആ അവയവങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനുള്ള ഇബാദത്ത് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്രകാരം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഇബാദത്ത് ചെയ്യുവാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ട വളരെ പ്രധാനപ്പെട്ട അവയവങ്ങളിലൊന്നാണ് നമ്മുടെ കണ്ണുകൾ. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സൂറത്തുൽ ബലദിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്, അലം നജ്അൽ ലഹു ഐനൈൻ, അവന് നാം രണ്ട് കണ്ണുകൾ ഏർപ്പാടാക്കി കൊടുത്തില്ലേ, രണ്ട് കണ്ണുകൾ മനുഷ്യർക്ക് നൽകിയില്ലേ. സൂറത്തുൽ മുഅ്മിനൂൻ 78-ാമത്തെ ആയത്ത്, വഹുവല്ലദീ അൻശഅ ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ ഖലീലൻ മാ തശ്കുറൂൻ. അല്ലാഹുവാകുന്നു നിങ്ങൾക്ക് കേൾവിയും കാഴ്ചയും ഹൃദയങ്ങളും സംവിധാനിച്ച് നൽകിയത്, പക്ഷേ നിങ്ങളിൽ വളരെ കുറച്ചുപേർ മാത്രമേ നന്ദി കാണിക്കുന്നുള്ളൂ. അതിൻ്റെ അർത്ഥം കണ്ണും കാതും ഹൃദയവുമെല്ലാം അള്ളാഹുവിന് നന്ദി കാണിക്കുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയതാണ്. അതുകൊണ്ട് തന്നെ ഖിയാമത്ത് നാളിൽ ഇതിനെക്കുറിച്ചെല്ലാം ചോദിക്കപ്പെടും. സൂറത്തുൽ ഇസ്രാഇലെ 36-ൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. നിങ്ങളുടെ കേൾവിയും നിങ്ങളുടെ കാഴ്ചയും നിങ്ങളുടെ ഹൃദയവും ഇതെല്ലാം തന്നെ അള്ളാഹുവിങ്കൽ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. നിങ്ങളുടെ ചിന്താശേഷി എന്തിനു ഉപയോഗപ്പെടുത്തി, കണ്ണുകളെ എങ്ങനെ ഉപയോഗപ്പെടുത്തി, കാതുകളെ എങ്ങനെ ഉപയോഗപ്പെടുത്തി. അപ്പോൾ കണ്ണുകൾ എന്ന് പറയുന്നത്, നമുക്ക് അള്ളാഹു നൽകിയ കാഴ്ച എന്ന് പറയുന്നത് വളരെ വലിയ മസ്ഊലിയത്താണ്, വളരെ വലിയ ഉത്തരവാദിത്തമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോടും വിശ്വാസിനികളോടും പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ ദൃഷ്ടികൾ താഴ്ത്തണമെന്നാണ്. കണ്ണുകൾ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് കണ്ണുകളെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു സൂറത്തുൻ നൂറിലെ 30-ൽ, ഖുല്ലിൽ മുഅ്മിനീന യഗുദ്ദൂ മിൻ അബ്സാരിഹിം. വിശ്വാസികളോട് പറയണം, അവർ അവരുടെ ദൃഷ്ടികൾ താഴ്ത്തട്ടെ. വയഹ്ഫദൂ ഫുറൂജഹും, അവരുടെ ഗുഹ്യാവയവങ്ങളെ അവർ കാത്തു സൂക്ഷിക്കട്ടെ. ദാലിക അസ്കാ ലഹും, അതാകുന്നു അവർക്ക് പരിശുദ്ധി ലഭിക്കുന്ന മാർഗം. അവർക്ക് ഏറ്റവും പരിശുദ്ധമായിട്ടുള്ളത് ദൃഷ്ടികളെ നിയന്ത്രിക്കലാണ്. ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ, അവർ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷ്മമായി അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ദൃഷ്ടികൾ താഴ്ത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതിലൂടെ നമ്മുടെ മനസ്സിന് പരിശുദ്ധി ഉണ്ടാകുന്നു, നമ്മുടെ മനസ്സിന് നിഷ്കളങ്കമായൊരവസ്ഥയുണ്ടാകുന്നു. എന്നാൽ മനസ്സിനെ കളങ്കപ്പെടുത്തുന്നത്, ഇഖ്ലാസിനെ കളങ്കപ്പെടുത്തുന്നത്, ഈമാനിനെയും തഖ്വയെയും കളങ്കപ്പെടുത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് ദൃഷ്ടിയാകുന്നു.
കാരണം ദൃഷ്ടി എന്നത്, കണ്ണ് എന്നത് ഹൃദയത്തിലേക്കുള്ള ഏറ്റവും വലിയ വാതിലാകുന്നു. അപ്രകാരമാണ് സലഫു സാലിഹ്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ദൃഷ്ടി എന്നത് അൽ ബസറു അക്ബറു ബാബിൻ ഇലൽ ഖൽബ്, ഹൃദയത്തിലേക്കുള്ള ഏറ്റവും വലിയ വാതിൽ ദൃഷ്ടിയാണ്, കണ്ണാണ്. കണ്ണും ഹൃദയവും തമ്മിൽ വളരെ വലിയ ബന്ധമുണ്ട്. അതുകൊണ്ടാണ് ദൃഷ്ടികൾ താഴ്ത്തു, അതാണ് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ പരിശുദ്ധിക്ക് ഏറ്റവും അർഹമായിട്ടുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുമ്പോൾ ദൃഷ്ടിയെ നിയന്ത്രിക്കുന്നതും നമ്മുടെ തഖ്വയും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. ഇത് പുരുഷന്മാരോട് മാത്രമല്ല, സ്ത്രീകളോടും വഖുല്ലിൽ മുഅ്മിനാതി യഗ്ദുദ്ന മിൻ അബ്സാരിഹിന്ന വയഹ്ഫദ്ന ഫുറൂജഹുൻ, വിശ്വാസിനികളായ സ്ത്രീകളോടും പറയണം, അവരും അവരുടെ ദൃഷ്ടികളെ താഴ്ത്തട്ടെ, അവരുടെ ഗുഹ്യാവയവങ്ങളെ അവർ കാത്തു സൂക്ഷിക്കുകയും ചെയ്യട്ടെ. ഇമാം അബൂദാവൂദ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അസ്മാ ബിൻതു അബീ ബക്കർ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ മൻ കാന മിൻകുന്ന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. സ്ത്രീകളോട് പറയുകയാണ്, കാരണം അക്കാലഘട്ടത്തിൽ ജമാഅത്ത് നമസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്ത്രീകൾ പങ്കെടുത്തിരുന്നു. അവർ പുരുഷന്മാരുടെ കൂടെ തന്നെ, എന്നാൽ പിറകിലെ സഫിലായി കൊണ്ടായിരുന്നു അവർ നിന്നിരുന്നത്. ഇന്ന് കാണുന്നത് പോലെ മറ്റൊരു കെട്ടിടം പോലെ ആയിരുന്നില്ല, മറിച്ച് പുരുഷന്മാരുടെ പിറകിലായിരുന്നു സ്ത്രീകൾ നമസ്കരിക്കാൻ വേണ്ടി നിന്നിരുന്നത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂല് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അവിടെ അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നത്, മൻ കാന മിൻകുന്ന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, നിങ്ങളിൽ അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നവർ. കാരണം ആ ഈമാൻ അല്ലാതെ അവിടെ വേറൊരു മറയുണ്ടാവുകയില്ല. അവരോട് പറഞ്ഞു, ഫലാ തർഫഅ റഅസഹാ ഹത്താ യർഫഅ അർ-റിജാലു റൂസഹും, സുജൂദിൽ നിന്ന് പുരുഷന്മാർ എഴുന്നേൽക്കുന്നത് വരെ അവർ സുജൂദിൽ നിന്ന് എഴുന്നേൽക്കരുത്. പുരുഷന്മാർ എഴുന്നേറ്റിട്ടേ സ്ത്രീകൾ സുജൂദിൽ നിന്ന് എഴുന്നേൽക്കാൻ പാടുള്ളൂ. എന്തുകൊണ്ട്? കറാഹത അൻ യറൈന മിൻ ഔറാത്തിർ റിജാൽ, പുരുഷന്മാരുടെ ഔറത്ത് അവർ കാണാൻ സാധ്യതയുള്ളതിനാൽ. അവിടെ കൃത്യമായി സ്ത്രീകളോടും, പുരുഷന്മാരോട് മാത്രമല്ല സ്ത്രീകളോടും ഗൗരവത്തോടുകൂടി അവരുടെ ദൃഷ്ടികൾ താഴ്ത്താനും അവർക്ക് കാണാൻ പാടില്ലാത്ത ഭാഗങ്ങളിലേക്ക് നോക്കാതിരിക്കാനും ശക്തമായ നിർദ്ദേശം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകുകയാണ്. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്നു, ഉബാദത്ത് ബിൻ സ്വാമിത്ത് റളിയല്ലാഹു തആല അൻ അദ്ദേഹം പറയുകയാണ്, അന്നൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ ഇദ്മനൂ ലി സിത്തൻ മിൻ അൻഫുസികും അദ്മൻ ലക്കുമുൽ ജന്ന, നിങ്ങൾ 6 കാര്യത്തിൽ എനിക്ക് ഗ്യാരണ്ടി നൽകിയാൽ സ്വർഗം ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി നൽകാം. 6 കാര്യത്തിൽ ഗ്യാരണ്ടി നൽകിയാൽ സ്വർഗം ഗ്യാരണ്ടി നൽകാം. അതിൽ ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, വഗുദ്ദൂ അബ്സാറക്കും, നിങ്ങളുടെ ദൃഷ്ടികൾ നിങ്ങൾ താഴ്ത്തണം. സ്വർഗം ഗ്യാരണ്ടിയാണ്. ഇല്ലെങ്കിലോ ആ ഗ്യാരണ്ടിയിൽ ഒരു പ്രശ്നം വരുമെന്നർത്ഥം. ഗ്യാരണ്ടി നൽകപ്പെടുകയില്ല. ദൃഷ്ടികളെ നിയന്ത്രിക്കാത്തവന് സ്വർഗം ഗ്യാരണ്ടിയല്ല. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ നരകത്തിലേക്ക് കൊണ്ടുപോകുവാൻ അവൻ്റെ കണ്ണുകൾ തന്നെ ധാരാളമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഇയ്യാകും വൽ ജുലൂസ ഫിത് തുറുഖാത്ത്, നിങ്ങൾ വഴിയോരങ്ങളിൽ ഇരിക്കരുത്. സ്വഹാബത്തിനോടൊരു നിർദ്ദേശമാണ്. അതിൻ്റെ മഖ്സദ് കണ്ണുകളെ നിയന്ത്രിക്കലായിരുന്നു. കാരണം നിങ്ങൾക്ക് വഴിയരികിൽ നിങ്ങൾ ഇരുന്നാൽ, വഴിയോരങ്ങളിൽ ഇരുന്നാൽ കണ്ണുകളെ നിയന്ത്രിക്കാൻ കഴിയില്ല എന്നതുകൊണ്ടാണ്. പക്ഷേ സ്വഹാബത്ത് പറഞ്ഞു, യാ റസൂലല്ലാഹ് മാ ലനാ ബുദ്ദുൻ മിൻ മജാലിസിന നതഹദ്ദസു ഫീഹാ, അള്ളാഹുവിൻ്റെ റസൂലെ, ഞങ്ങൾ പരസ്പരം കണ്ടുമുട്ടുന്നതും സംസാരിക്കുന്നതുമൊക്കെ അധികവും വഴികളിൽ വെച്ചാണ്. അതുകൊണ്ട് തന്നെ അത് പറ്റ ഒഴിവാക്കാൻ കഴിയില്ലല്ലോ നബിയെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫഇദാ അബൈതും മില്ലൽ മജ്ലിസ് ഫഅഅതു ത്വരീഖ ഹഖഹു, അങ്ങനെ ഒരു നിലക്കും നിങ്ങൾക്ക് അത് ഉപേക്ഷിക്കാൻ പറ്റില്ലെങ്കിൽ വഴിക്ക് അതിൻ്റെ അവകാശം നിങ്ങൾ നൽകണം. വമാ ഹഖുഹു, അവർ ചോദിച്ചു, എന്താണ് വഴിക്ക് നൽകേണ്ടുന്ന അവകാശം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആദ്യം തന്നെ പറഞ്ഞത് ഗദ്ദുൽ ബസർ, ദൃഷ്ടി താഴ്ത്തലാണ്. അവിടെ വഴിക്ക് നൽകുന്ന അവകാശം എന്ന് പറഞ്ഞാൽ
അവിടെയുള്ള ആ മണ്ണിനോ ആ പാതക്കോ ആ റോഡിനോ അല്ല അവകാശം കിട്ടേണ്ടത്, അതിലൂടെ നടന്നു പോകുന്ന വ്യക്തികൾക്കാണ് എന്ന് ഈ ഹദീസിലെ ഓരോ പ്രയോഗവും മനസ്സിലാകും. അതിലൂടെ നടന്നു പോകുന്ന ഒരു സ്ത്രീക്ക് ഒരവകാശമുണ്ട്. നമ്മുടെ മുന്നിലൂടെ നടന്നു പോകുന്ന സ്ത്രീയുടെ അവകാശത്തെക്കുറിച്ചാണ് പറഞ്ഞത്. നമ്മുടെ മുന്നിലൂടെ നടന്നു പോകുന്ന ഒരു പുരുഷൻ്റെ അവകാശത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അതല്ലാതെ നമ്മുടെ റോഡിന് മണ്ണിന് പ്രത്യേകിച്ചൊരു അവകാശം ആവശ്യമില്ല. ഗദ്ദുൽ ബസർ വകഫുൽ അദാ, ആരെയും ഉപദ്രവിക്കരുത്. കാരണം ദൃഷ്ടികൾ സ്വതന്ത്രമായി വിടുമ്പോഴാണ് മറ്റുള്ളവരെ ഉപദ്രവിക്കണമെന്ന ചിന്ത വരുന്നത്. വറദ്ദുസ്സലാം, സലാം മടക്കണം, അതും വ്യക്തികളുമായി ബന്ധപ്പെട്ടാണ്. വല്ലംറു ബിൽ മഅറൂഫി വന്നഹി അനിൽ മുൻകർ, നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം, എല്ലാം വ്യക്തികളുമായി ബന്ധപ്പെട്ടാണ്. അതാണ് ത്വരീഖിൻ്റെ അവകാശം എന്ന് പറഞ്ഞാൽ, ആരാണോ ത്വരീഖിലൂടെ നടന്നു പോകുന്നത് അവർക്ക് നൽകേണ്ടുന്ന അവകാശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവരിൽ നിന്ന് നമ്മുടെ ദൃഷ്ടിയെ താഴ്ത്തുക എന്നതാകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരിക്കുന്നു. ഇമാം അബൂദാവൂദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന് സുനനിൽ ഉദ്ധരിക്കുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലി അലിയിൻ, അലി റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, യാ അലി ലാ തുത്ബിഇൻ നളറതൻ നളറ, ഒരു നോട്ടത്തെ മറ്റൊരു നോട്ടം കൊണ്ട് നീ പിന്തുടരരുത്. ഫഇന്ന ലക്കൽ ഊല, ഒന്നാമത്തത് അനുവദിക്കപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വം ഒരു തവണ നോക്കാമെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം, മറിച്ച് അത് ഫുജ്അത്തുൻ നളറാണ്, നമ്മൾ അറിയാതെ പെട്ടെന്ന് നോക്കി പോകുന്നതാണ്. അതിന് മനുഷ്യന് വിട്ടു നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് അത് നിനക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ രണ്ടാമത്തത് നീ അറിഞ്ഞുകൊണ്ട് നോക്കലാണ്. അതുകൊണ്ട് തന്നെ വലൈസത് ലക്കൽ ആഖിറ, രണ്ടാമത്തത് നിനക്ക് അനുവദനീയമല്ല എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വമുള്ള നോട്ടം അത് ഒന്നാമത്തതാണെങ്കിലും അനുവദനീയമല്ല. അതാണ് ഹദീസിൻ്റെ മഅന. അതല്ലാതെ ഒരു തവണ നോക്കാം കുഴപ്പമില്ല, അത് ജായിസാണ്, രണ്ടാമത്തത് പാടില്ല എന്നല്ല. ഒന്നാമത്തതിൻ്റെ പ്രശ്നം ആദ്യം പറഞ്ഞതാണ്, അത് മറ്റൊരു ഒട്ടനവധി ഹദീസുകളിലൂടെ സ്ഥിരപ്പെട്ടതാണ്. അപ്പോൾ മനഃപൂർവ്വമുള്ള ഒരു നോട്ടം അത് ശ്രദ്ധിക്കണമെന്നാണ്. മഹാനായ ഇബ്നുൽ ഖയ്യിമുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന് അൽ ജവാബുൽ കാഫി ലിമൻ സഅല അൻ ദവാഇ ഷാഫി എന്ന വിഖ്യാതമായ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നത്, വന്നളറു അസ്ലു ആമ്മത്തിൽ ഹവാദിസി ലത്തി തുസീബുൽ ഇൻസാൻ, ഒരു മനുഷ്യനെ ബാധിക്കുന്ന ഒട്ടുമിക്ക മുസീബത്തുകളുടെയും തുടക്കം ഒരു നോട്ടമാണ്. ഫയറൽ അബ്ദു മാ ലൈസ ഫന്നളറതു തുവല്ലിദു ഖത്റ, കാരണം ഒരൊറ്റ നോട്ടം മനസ്സിൽ ഒരു ചലനമുണ്ടാക്കും, ഒരു ചിന്തയുണ്ടാക്കും. സുമ്മ തുവല്ലിദുൽ ഖത്റതു ഫിക്റ, അത് പിന്നീട് ഒരു ആലോചന ആയി തന്നെ മാറും. ആ ഒരു നോട്ടം ഒരു ചിന്തയിലേക്കും ആ ചിന്ത അഗാധമായ ആലോചനയിലേക്കും നിങ്ങളെ കൊണ്ടുചെന്നെത്തിക്കും. സുമ്മ തുവല്ലിദുൽ ഫിക്റതു ഷഹ്വ, പിന്നീട് ആ ഫിക്റത്ത്, ആ ആലോചന വികാരത്തിലേക്ക്, ഷഹ്വത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും. സുമ്മ തുവല്ലിദു ഷഹ്വതു ഇറാദ, പിന്നീട് ആ വികാരം നിങ്ങളെ ഒരു തീരുമാനത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും. സുമ്മ തഖ്വ ഫതസീറു അസീമതൻ ജാസിമ, പിന്നീട് നിങ്ങൾ മനസ്സിൽ ഉറച്ച് തീരുമാനിച്ച് ആലോചിച്ച് ഉറപ്പിക്കും. ഫയഖഉൽ ഫിഅ്ലു ഫലാ ബുദ്, പിന്നീട് ഒരു പ്രവൃത്തി അവിടെ സംഭവിക്കും. മാലം യംന മിൻഹു മാനിഉൻ, മറ്റു തടസ്സങ്ങളൊന്നുമില്ലെങ്കിൽ പിന്നെ ആ ഇറാദ തീരുമാനമായി, ആ തീരുമാനം പിന്നീട് ഒരു പ്രവൃത്തിയായി മാറും. നമുക്കറിയാമോ, നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ഇന്ത്യ രാജ്യത്തെ കണക്ക് പ്രകാരം ഓരോ 15 മിനിറ്റിലും ഒരു സ്ത്രീ ബലാത്സംഗം ചെയ്യപ്പെടുന്നു. ഓരോ 15 മിനിറ്റിലും. ഈ ദർസ് ഞാൻ തുടങ്ങി അവസാനിപ്പിക്കുമ്പോഴേക്ക് 2 ബലാത്സംഗമെങ്കിലും നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ടാകും. മൊത്തം കണക്ക് ഇന്ത്യ രാജ്യത്തെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്. വേറെയും ഒരുപാട് സ്ഥലങ്ങളിൽ അതുണ്ട്. എന്താണ് അതിന് കാരണം? അതിലേക്ക് എത്തുന്നത് എവിടെ നിന്നാണ്? അന്നളുറ, ഒരു നോട്ടമാണ്. ദൃഷ്ടിയെ നല്ല നിലക്ക് ഉപയോഗപ്പെടുത്താത്തതിൻ്റെ അനന്തരഫലങ്ങളാണ് എല്ലാ ഒളിച്ചോട്ടങ്ങളും, എല്ലാ പ്രണയങ്ങളും, എല്ലാ വ്യഭിചാരവും, എല്ലാ ബലാത്സംഗങ്ങളും. അതുമായി ബന്ധപ്പെട്ട എന്തെല്ലാം തിന്മകളുണ്ടോ അതിൻ്റെ തുടക്കം അന്നളറ, നോട്ടമാണ്. അതുകൊണ്ടാണ് മുഅ്മിനുകളോടും മുഅ്മിനാത്തുകളോടും അവരുടെ നോട്ടം താഴ്ത്തണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല, നോട്ടത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട പ്രയാസങ്ങളിലൊന്ന് ഉലമാക്കൾ വിശദീകരിച്ചതുപോലെ, അന്നഹു യൂരിസുൽ ഹസറാത്തി വസ്സഫറാത്തി വൽ ഹറഖാത്ത് ഫയറൽ അബ്ദു മാ ലൈസ ഖാദിറൻ അലൈഹി വലാ സാബിറൻ അൻ വഹാദാ മിൻ അഅ്ളമിൽ അദാബ്. ദൃഷ്ടി കൊണ്ട്, നോട്ടം കൊണ്ടുണ്ടാകുന്നത് തനിക്ക് ക്ഷമിക്കാൻ പറ്റാത്ത ഒന്നിനെ അയാൾ കാണും, എന്നാൽ അയാൾക്കത് നേടിയെടുക്കാൻ കഴിയുകയുമില്ല. അതാകുന്നു ഏറ്റവും വലിയ ശിക്ഷ എന്നാണ്.
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ദുനിയാവിനെക്കുറിച്ച് പറയുന്നിടത്ത് വലാ തമുദ്ദന്ന ഐനൈക ഇലാ മാ മത്തഅനാ ബിഹി അസ്വാജം മിൻഹും സഹറത്തൽ ഹയാത്തിദ് ദുനിയ. നബിയെ, ദുനിയാവിലേക്ക് നോക്കരുത്, ആളുകൾക്ക് കിട്ടുന്ന സമ്പത്തിലേക്ക് താങ്കൾ നോക്കരുത് എന്നാണ്. എന്താ കാരണം? മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സമ്പത്ത് കാണുക, സ്ഥാനമാനങ്ങൾ കാണുക, ദുനിയാവിൻ്റെ അലങ്കാരങ്ങൾ കാണുക, അപ്പോൾ മനുഷ്യന് ക്ഷമിക്കാൻ കഴിയില്ല. എനിക്കും വേണം അത്, എന്നാൽ എല്ലാവർക്കും കിട്ടുമോ? കിട്ടുകയില്ല. അത് നിരാശയിലേക്ക് നയിക്കുന്നു, അത് തിന്മയിലേക്ക് നയിക്കുന്നു, അത് അസൂയയിലേക്ക് നയിക്കുന്നു, അത് കൊള്ളയിലേക്കും പിടിച്ചുപറയിലേക്കും നയിക്കുന്നു. എല്ലാ തിന്മകളിലേക്കും നയിക്കുന്നത് ദുനിയാവിലേക്കുള്ള അശ്രദ്ധമായ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കൽപ്പനയെ ധിക്കരിച്ചുകൊണ്ടുള്ള നോട്ടമാണ്. ഏത് നോട്ടങ്ങളിലും അങ്ങനെ തന്നെയാണ് ഉണ്ടാകുന്നത്. അതൊരു സ്ത്രീയെ നോക്കുന്നതാകട്ടെ, ഏത് വിഷയമാകട്ടെ, തനിക്ക് ഒരിക്കലും ലഭിക്കാത്ത അല്ലെങ്കിൽ തനിക്ക് അവകാശപ്പെടാത്തതിലേക്ക് അയാൾ നോക്കുന്നു, അയാൾ അക്ഷമനാകുന്നു, അയാൾ ആഗ്രഹിക്കുന്നു. അയാൾക്കാകട്ടെ അള്ളാഹു അത് ഖദറാക്കിയിട്ടുമില്ല. അങ്ങനെ അയാൾ നിരാശയിലും അത്തരത്തിലുള്ള ആലോചനകളിലും അയാൾ ജീവിതത്തെ കഴിച്ചുകൂട്ടുന്നു. എല്ലാ ഈമാനിൻ്റെ മധുരവും തഖ്വയും ഇഖ്ലാസിൻ്റെ നന്മകളും അയാളിൽ നിന്നും മെല്ലെ മെല്ലെ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശക്തമായ ഭാഷയിൽ ഹദീസുകളിലൂടെയും നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ള ഗദ്ദുൽ ബസർ, ദൃഷ്ടിയെ താഴ്ത്തുക എന്നത് ഗൗരവത്തിൽ നമ്മൾ കാണേണ്ടുന്ന വിഷയമാണ്. അങ്ങനെ നമ്മൾ ദൃഷ്ടിയെ നിയന്ത്രിക്കുകയാണെങ്കിൽ അതിലൂടെ 10 മൻഫഅത്തുകൾ നമുക്ക് ലഭിക്കുന്നതാണ്. ഇബ്നുൽ ഖയ്യിം അൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി ആ 10 നന്മകളെ നമുക്ക് രേഖപ്പെടുത്തി തരുന്നുണ്ട്. അതിൽ ഒന്നാമത് അദ്ദേഹം പറയുന്നത്, ഇതിലേറ്റവും പ്രധാനപ്പെട്ടത്, അന്നഹു ഇംതിസാലുൽ ലി അംരില്ലാ അല്ലദീ ഹുവ ഗായത്തു സഅദത്തിൽ അബ്ദി ഫീ മആശിഹി വ മആദി. ദൃഷ്ടി താഴ്ത്തണം എന്ന് പറഞ്ഞതിലെ ഒന്നാമത്തെ മൻഫഅത്ത് എന്താണ്? ഇംതിസാലു അംരില്ല, അള്ളാഹു കൽപ്പിച്ചു അത് ചെയ്യുന്നു. അതിന് വേറൊരു മൻഫഅത്തും തേടിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ പോലും അൽഹംദുലില്ലാ, അത് തന്നെ മതി. കാരണം അള്ളാഹുവിനെ അനുസരിക്കുന്നതിലാണ് എല്ലാ നിഅമത്തുകളും അടങ്ങിയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുമ്പോഴാണ് എല്ലാ റഹ്മത്തും ലഭിക്കുന്നത്. വഅതീഉല്ലാഹ വറസൂല ലഅല്ലക്കും തുർഹമൂൻ. നിങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുക, എങ്കിൽ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കുന്നതാണ്. അപ്പോൾ വേറെ ഒന്നുമില്ലെങ്കിൽ പോലും ഇതെൻ്റെ റബ്ബ് എന്നോട് പറഞ്ഞതാണ്, എൻ്റെ പ്രവാചകൻ എന്നെ പഠിപ്പിച്ചതാണ്, അതുകൊണ്ട് ഞാനത് ചെയ്യുന്നു എന്നുള്ള നിലക്ക് തന്നെ ഒരാൾ ദൃഷ്ടിയെ താഴ്ത്തിയാൽ ആ വ്യക്തിക്ക് അള്ളാഹുവിൽ നിന്ന് എമ്പാടും ഖൈറാത്തുകളും ബറക്കാത്തുകളും ലഭിക്കുന്നതാണ്. കാരണം അള്ളാഹുവിനെ അനുസരിക്കുന്നതിലാണ് എല്ലാ ഖൈറുമുള്ളത്. രണ്ടാമത്തത്, അന്നഹു യംനഉ മിൻ വുസൂലി അസരി സഹ്മിൽ മസ്മൂം അല്ലദീ ലഅല്ല ഫീഹി ഹലാകഹ ഇലാ ഖൽബി. ഹൃദയത്തിലേക്ക് ചെന്നെത്തുന്ന വിഷം പുരട്ടിയ അമ്പിനെ അത് തടയുന്നു എന്നാണ്. അങ്ങനെ പറയാനുള്ള കാരണം ഒരു ഹദീസിൽ, ആ ഹദീസ് ദുർബലമാണ്, എന്നാൽ സലഫു സാലിഹീങ്ങളുടെ വാക്കുകളിലും സ്വഹാബത്തിൻ്റെ വാക്കുകളിലും താബിഈങ്ങളുടെ വാക്കുകളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമുണ്ട്. നോട്ടം എന്നത് പിശാചിൻ്റെ വിഷം പുരട്ടിയ ഒരു അമ്പാകുന്നു. അത് തൊടുത്തുവിടുന്ന ഒരു അമ്പാണ്, അത് വിഷം പുരട്ടിയ ഒരു അമ്പാണ്. അത് വന്ന് തറച്ചാൽ ആ വ്യക്തിയുടെ മരണമാണ്. ഒരു നോട്ടം കൊണ്ട് ഒരു വിശ്വാസിയുടെ ഈമാനികമായ ജീവിതത്തിന് മരണം സംഭവിച്ചേക്കാം, അയാളുടെ തഖ്വക്ക് മരണം സംഭവിച്ചേക്കാം, അയാളുടെ ഇഖ്ലാസിന് മരണം സംഭവിച്ചേക്കാം. ഒരൊറ്റ നോട്ടത്തിലൂടെ എത്രയെത്ര മനുഷ്യരുടെ ജീവിതം ഹലാക്കിലായിപ്പോയി, എത്രയെത്ര ആളുകളുടെ ജീവിതം ഫസാദായിപ്പോയി. ഒറ്റ നോട്ടമായിരുന്നു അതിന് കാരണം. ജീവിതം തന്നെ തുലഞ്ഞു പോകുന്നു. ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ പിശാചിൻ്റെ അത്തരത്തിലുള്ള വിഷം പുരട്ടപ്പെട്ട അമ്പാണ് നവറ. അതിനെ നമ്മൾ തടഞ്ഞാൽ അതിലൂടെ ഒരുപാട് ഹലാക്കിൽ നിന്ന് രക്ഷ ലഭിക്കുന്നതാണ്. മൂന്നാമത്തത്, അന്നഹു യൂരിസുൽ ഖൽബ ഉൻസൻ ബില്ലാഹി വ ജംഇയ്യതൻ അലൈഹി ഫഇന്ന ഇത്ലാഖൽ ബസർ യുഫർരിഖുൽ ഖൽബ വയുശത്തിതു വയുബഇദുഹു അനില്ലാഹ്. ഹൃദയത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി ബന്ധിപ്പിക്കുകയും അതിൽ നമ്മുടെ മനസ്സിനെ കേന്ദ്രീകരിക്കുവാൻ നമുക്ക് സാധിക്കുകയും ചെയ്യുന്നു. കാരണം കണ്ണിനെ സ്വതന്ത്രമായി തുറന്നുവിട്ടാൽ അത് ഹൃദയത്തെ ഛിന്നഭിന്നമാക്കും. ഹൃദയത്തെ ഛിന്നഭിന്നമാക്കും. നമ്മുടെ നിയന്ത്രണങ്ങളെല്ലാം തെറ്റും. ഏതുപോലെ? ഒരു ലളിതമായ ഉദാഹരണം പറഞ്ഞാൽ, നാം ഒരു സാധനം പർച്ചേസ് ചെയ്യാൻ ഉള്ള നിയ്യത്തിൽ നമുക്കൊരൊറ്റ സാധനം മതി. അത് പർച്ചേസ് ചെയ്യാൻ നാം ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് കയറുന്നു എന്ന് വിചാരിക്കും.
പിന്നെ ഒരു ട്രോളി നിറച്ചും സാധനങ്ങളുമായിട്ടായിരിക്കും നമ്മൾ പുറത്തിറങ്ങുന്നത്. എന്തുകൊണ്ട്? നമ്മുടെ നിളറത്താണ്. നമ്മൾ നോക്കുമ്പോൾ ആ ബിസ്ക്കറ്റ് കണ്ടു, ഇഷ്ടപ്പെട്ടു. ആ ചോക്ലേറ്റ് കണ്ടു, ഇഷ്ടപ്പെട്ടു. ആ ബാഗ് കണ്ടു, ഇഷ്ടപ്പെട്ടു. ആ ചെരുപ്പ് കണ്ടു, ഇഷ്ടപ്പെട്ടു. നമ്മുടെ നോട്ടം നമ്മുടെ ഹൃദയത്തെ ഛിന്ന ഭിന്നമാക്കി, എല്ലാറ്റിനോടും മോഹമുണ്ടാക്കി. അപ്പോൾ എല്ലാം വാരിക്കൂട്ടാൻ നമ്മെ പ്രേരിപ്പിച്ചു. ആദ്യത്തെ നമ്മൾ പോയ സംഭവം ചിലപ്പോൾ വാങ്ങിയിട്ടുണ്ടാവില്ല. എന്തുദ്ദേശിച്ചാണോ പോയത് അത് ചിലപ്പോൾ വാങ്ങിയിട്ടുണ്ടാവില്ല, അല്ലാത്തതെല്ലാം വാങ്ങിയിട്ടുണ്ടാകും. അതാണ് മനസ്സിൻ്റെ ഇറാദയെ, അതിൻ്റെ ആ കേന്ദ്രീകരിക്കുന്ന ആ സ്വഭാവത്തെ, നമ്മുടെ ദൃഷ്ടികളെ അഴിച്ചുവിട്ടാൽ അതില്ലാതെയാക്കുന്നതാണ്. മറിച്ച് ദുനിയാവിലേക്കധികം ശ്രദ്ധിക്കാതെ നിങ്ങൾ നോക്കൂ, ആരിഫീങ്ങളായ ആളുകൾ, ആലിമീങ്ങളായ ആളുകൾ, സ്വാലിഹീങ്ങളായ ആളുകൾ, അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, അമ്പിയാക്കൾ, അവർ ദുനിയാവിനോട് വിരക്തിയുള്ളവരായിരുന്നു. ദുനിയാവിലേക്ക് അവർ നോക്കാറുണ്ടായിരുന്നില്ല. എന്തുകൊണ്ടായിരുന്നു അത്? കാരണം അള്ളാഹുവിനുള്ള ഇബാദത്തിൽ നിന്ന് അത് ശ്രദ്ധയെ തെറ്റിച്ച് കളയും. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ല. നിങ്ങളുടെ ധനവും നിങ്ങളുടെ മക്കളും അള്ളാഹുവിൻ്റെ ദിക്റിനെ തൊട്ട് നിങ്ങളെ തടയരുത്. കാരണം സമ്പത്തിലും സ്ഥാനമാനങ്ങളിലും സന്താനങ്ങളിലുമുള്ള വർധനവ് അള്ളാഹുവിൽ നിന്ന് നമ്മുടെ ശ്രദ്ധയെ തെറ്റിച്ച് കളയുന്നതാണ്. ഇപ്രകാരം കണ്ണിനെ നമ്മൾ അതിരുവിട്ട രൂപത്തിൽ അതിനെ നിയന്ത്രിക്കാതെ വിട്ടാൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മയും അതേപോലെ അവനിൽ അഭയം കണ്ടെത്തി സന്തോഷിക്കുന്നൊരവസ്ഥയും ഇല്ലാതെയാക്കി തീർക്കും. നാലാമത്തത് അദ്ദേഹം പറയുന്നത്, അന്നഹു യുഖവ്വിൽ ഖൽബ വയുഫ്രിഹു കമാ അന്ന ഇത്ലാഖൽ ബസരി യുദ്ഇഫുഹു വയുഹ്സിനു. ഹൃദയത്തിനെപ്പോഴും സന്തോഷം നൽകും, അതിനെ ശക്തിപ്പെടുത്തും. എന്നാൽ ദൃഷ്ടിയെ നമ്മൾ തുറന്നു വിട്ടാലോ അത് ഹൃദയത്തെ സങ്കടപ്പെടുത്തുകയും ദുഃഖിപ്പിക്കുകയും ചെയ്യുന്നു. കാരണം അത് കാണുന്നു, പക്ഷെ അത് വാങ്ങാനുള്ള പൈസയില്ല, സങ്കടമായി. അവളെ കാണുന്നു, പക്ഷെ അവൾ എൻ്റെ ഇണയല്ല, സങ്കടമായി. എനിക്ക് ഇവളെപ്പോലുള്ളൊരു സുന്ദരിയായ ഭാര്യയായിരുന്നു വേണ്ടിയിരുന്നത്, സങ്കടമായി. പക്ഷെ അത് സാധിക്കുന്നോ? ഇല്ല. എന്നാൽ ആ രൂപത്തിൽ ചിന്തിക്കാത്തൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മനസ്സിന് എപ്പോഴും ഉറപ്പുണ്ടാകും, സന്തോഷമുണ്ടാകും, ആഹ്ലാദമുണ്ടാകും. ദൃഷ്ടിയെ തുറന്നു വിട്ടാൽ അത് ദുഃഖത്തിലേക്കും ഖേദത്തിലേക്കും നയിക്കുന്നതാണ്. അൽ ഖാമിസ, അഞ്ചാമത്തത് അദ്ദേഹം പറഞ്ഞു, അന്നഹു യുക്സിബുൽ ഖൽബ നൂറ കമാ അന്ന ഇത്ലാഖഹു യുൽബിസുഹു ളുൽമ. വളരെ ശ്രദ്ധേയമായൊരു പോയിൻ്റാണ്. അദ്ദേഹം പറയുന്നത് ഹൃദയത്തിനൊരു പ്രത്യേക പ്രകാശം നൽകുമെന്നാണ്. കണ്ണിനെ വല്ലാതെ അഴിച്ചുവിടുന്നവൻ കാണുന്നത് പ്രകാശമാണെങ്കിലും അതിലൂടെ ഹൃദയത്തിൽ ഇരുട്ടാണ് ഉണ്ടാകുന്നത്. പല ഇരുട്ടും യഥാർത്ഥത്തിൽ വെളിച്ചമാണ്, പല വെളിച്ചവും യഥാർത്ഥത്തിൽ ഇരുട്ടാണ്. പല ഇരുട്ടും യഥാർത്ഥത്തിൽ വെളിച്ചമാണ്, പല വെളിച്ചവും യഥാർത്ഥത്തിൽ ഇരുട്ടാണ്. അതുകൊണ്ടാണ് ഗള്ളുൽ ബസറിൽ ഒരുപാട് പ്രകാശം നമുക്കൊരു പക്ഷേ നഷ്ടപ്പെട്ടേക്കാം, പക്ഷേ അതിലൂടെ മനസ്സിനൊരു നൂറ് വരാനുണ്ട്. അദ്ദേഹം പറയുന്നത് സൂറത്തുൻ നൂറിൽ ദൃഷ്ടികളെ താഴ്ത്തുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞിട്ടാണ് പിന്നെ അള്ളാഹു പറയുന്നത്, അള്ളാഹു നൂറു സമാവാതി വൽ അർദ് മസലു നൂരിഹി കമിഷ്കാത്തിൻ ഫീഹാ മിസ്ബാഹ്. പിന്നീട് വിശ്വാസികളുടെ നൂറിനെക്കുറിച്ചും മറ്റുമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുന്നത്. കാരണം അധർമ്മങ്ങളിൽ നിന്ന്, തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കുന്നവർക്കാണ് ആ പ്രകാശം ഉൾക്കൊള്ളാൻ സാധിക്കുന്നത്. മഹാനായ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ പറയപ്പെടുന്നത്, അദ്ദേഹം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ, നമുക്കറിയാം ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിഫ്ള് കൊണ്ട് അനുഗ്രഹിച്ചൊരു വ്യക്തിയാണ്. അപാരമായ ഹിഫ്ളായിരുന്നു. അതുകൊണ്ടാണ് ലക്ഷക്കണക്കിന് സനദുകൾ അദ്ദേഹത്തിന് ഹൃദിസ്ഥമാക്കാൻ വളരെ എളുപ്പത്തിൽ സാധിച്ചിരുന്നു. അങ്ങനെയുള്ള മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഒരു സ്ത്രീയുടെ പാദം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. മനഃപൂർവ്വം നോക്കിയതല്ല, ഒരു സ്ത്രീയുടെ കാല്, കണങ്കാല് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. പക്ഷെ പിന്നീട് അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയാണ് ഹിഫ്ളിൽ എന്തോ ഒരു തകരാറ് സംഭവിച്ചിരിക്കുന്നു, ഹിഫ്ളാക്കുന്നതിൽ ഒരു തകരാറ് സംഭവിച്ചിരിക്കുന്നു. അദ്ദേഹം തൻ്റെ ഉസ്താദായ വക്കീഅ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തോട് പറഞ്ഞു, എൻ്റെ ഹിഫ്ളിനൊരു ചെറിയ തകരാറ് സംഭവിച്ചിരിക്കുന്നു. ശകൗതു ഇലാ വക്കീഇൻ സൂഅ ഹിഫ്ളി ഫഅർഷദനി ഇലാ തർക്കിൽ മആസി വഅല്ലമനി ലിഅന്നൽ ഇൽമ നൂറുൻ വനൂറുൽ ഇൽമി ലാ യുഹ്ദാ ലിആസി. എൻ്റെ ഉസ്താദിനോട് ഞാൻ എൻ്റെ ഹിഫ്ളിൻ്റെ പ്രശ്നം പറഞ്ഞു. അദ്ദേഹം എന്നോട് പറഞ്ഞത്, അനുസരണക്കേട് കാണിക്കരുത്, അള്ളാഹുവിനെ അനുസരിക്കണം, തെറ്റുകൾ സംഭവിക്കരുത്. കാരണം അറിവെന്നത് പ്രകാശമാണ്, അത് അനുസരണക്കേട് കാണിക്കുന്നവർക്ക് നൽകപ്പെടുകയില്ല. ഇതാരാണ് സംസാരിക്കുന്നത്? ആരോടാണ് പറയുന്നത്? അപ്പോൾ പിന്നെ എൻ്റെയും നിങ്ങളുടെയും കാര്യം എന്താണ്?
അതുകൊണ്ട് ദൃഷ്ടിയെ ഹറാമുകളിൽ നിന്ന് തടഞ്ഞാൽ ഈമാനിൻ്റെ പ്രകാശം കണ്ടെത്താൻ സാധിക്കും, അറിവിൻ്റെ പ്രകാശം നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. ആറാമത്തത് അന്നഹു യൂരിസു ഫിറാസത്തൻ സാദിഖ യുമയ്യസു ബിഹാ ബൈനൽ ഹഖ് വൽ ബാത്തിൽ വസ്സാദിഖ് വൽ കാദിബ്. സത്യാസത്യ വിവേചനത്തിനുള്ള ഒരു തമീസിനുള്ള കഴിവ് ഹൃദയത്തിന് നൽകപ്പെടുമെന്നാണ്. സത്യവും അസത്യവും വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഹറാമുകളിലേക്കും നിരന്തരം ദൃഷ്ടി പായിപ്പിക്കുന്ന ഒരാളുടെ മനസ്സിൽ ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ, നമ്മുടെ കൽബിൻ്റെ ഒരു പ്രത്യേകത, എല്ലാം ഓർത്തു വെക്കുമെന്നുള്ളതാണ്. നമ്മൾ പലതും മറന്നു പോകുമെങ്കിലും അതിനേക്കാൾ കൂടുതൽ ഓർത്തു വെക്കാനും സാധിക്കും. മനസ്സിന് കാര്യങ്ങളെ ശേഖരിക്കാനും സാധിക്കും. കണ്ടതും കേട്ടതും എല്ലാം മനസ്സിലുണ്ടാകുമ്പോൾ പലപ്പോഴും അതിനോടായിരിക്കും കൂടുതൽ നമുക്ക് താല്പര്യവും. അപ്പോൾ നന്മയോട്, കേട്ട ഹദീസിനോടും ആയത്തിനോടുമുള്ള താല്പര്യങ്ങളൊക്കെ കുറയുകയും മറ്റു ഹവകൾക്ക് മുൻഗണനയുണ്ടാവുകയും ചെയ്യുമ്പോൾ ഹക്കിനെയും ബാത്തിലിനെയും വേർതിരിക്കാൻ കഴിയാത്തൊരവസ്ഥ വരും. പലപ്പോഴും തിന്മയെ നമ്മൾ ന്യായീകരിക്കും. പാട്ടിനെന്താ കുഴപ്പം, സംഗീതത്തിനെന്താ കുഴപ്പം, അങ്ങനെ, അതല്ലെങ്കിൽ അത് പർദ്ദ തന്നെ ധരിക്കണം, എന്താണ് എത്ര നിർബന്ധം, ഇങ്ങനെ തുടങ്ങി ഓരോ വിഷയങ്ങളിലുമുള്ള ഹക്കും ബാത്തിലും വേർതിരിക്കാൻ പറ്റാതെ തിന്മയുടെ വക്താക്കളായി നമ്മൾ മാറുന്നതാകുന്നു. ധൈര്യം നഷ്ടപ്പെടും, തൻ്റെ ഇടം നഷ്ടപ്പെടും. എന്നാൽ നാം ഹലാല് മാത്രം കാണുകയും ഹറാമുകൾ കാണാതിരിക്കുകയും ചെയ്താൽ സത്യാസത്യ വിവേചനത്തിനുള്ള ഒരു കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നതാണ്. ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹത്തിൻ്റെ സമൂഹം സ്വവർഗരതിയുടെ ആളുകളായിരുന്നു. ഒട്ടനവധി തെളിവുകൾ അദ്ദേഹം പറഞ്ഞു നോക്കി, ഒന്നും അവർക്ക് യേശുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പറഞ്ഞത് ലഅംറുക ഇന്നഹും ലഫീ സക്രതിഹിം യഅമഹൂൻ. നബിയെ, താങ്കളുടെ ആയുസ് തന്നെയാണ് സത്യം. അവർ അവരുടെ ആ ഒരു സക്രത്തിൽ, ആ ഒരു ലഹരിയിൽ അന്ധന്മാരായിരുന്നു, കാഴ്ചയില്ലാത്തവരായി. ഒന്നും പറഞ്ഞിട്ട് അവർ കേൾക്കുന്നില്ല. കാരണം ഈ ഒരു ലഹരി അത് അവരെ ബാധിച്ചു. മലക്കുകൾ സുന്ദരന്മാരായ പുരുഷന്മാരുടെ രൂപത്തിൽ വന്നപ്പോഴേക്ക് അവരത് കണ്ടെത്തി. അവർ ഓടി വരികയാണ്. എന്താ കാരണം? അവരുടെ ദൃഷ്ടി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം ചെയ്ത കാര്യം എന്താണെന്നറിയുമോ? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, സൂറത്തുൽ ഖമറിലെ 37-ാമത്തെ ആയത്തിൽ, വലഖദ് റാവദൂഹു അൻ ളൈഫിഹി ഫതമസ്നാ അഅ്യുനഹും ഫദൂഖൂ അദാബി വനുദുർ. ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ അടുക്കൽ വന്ന വൈഫ്, അതിഥികൾ, മലക്കുകൾ, ആ മലക്കുകളെ തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ അവർ തിരക്കിട്ട് വന്നു. അള്ളാഹു ആദ്യം തന്നെ ചെയ്തത് ഫതമസ്നാ അഅ്യുനഹും, അവരുടെ കണ്ണുകളെ അള്ളാഹു അന്ധമാക്കി. പിന്നെയാണ് ഘോരമായ ശിക്ഷ അവരെ പിടികൂടിയത്. ആദ്യം അവരുടെ കാഴ്ച ശക്തി അള്ളാഹു നഷ്ടപ്പെടുത്തിയെന്നാണ്. കാരണം ആ കണ്ണായിരുന്നു അവരെ എല്ലാ നിലക്കുമുള്ള തിന്മയിലേക്ക് നയിച്ചത്. ഏഴാമത്തത് അന്നഹു യൂരിസുൽ ഖൽബ സബാതൻ വശജാഅതൻ വഖുവ്വ ഫജമഅ അല്ലാഹു ലഹു ബൈന സുൽത്താനിൻ നുസ്റതി വൽ ഹുജ്ജ വസുൽത്താനുൽ ഖുദ്റതി വൽ ഖുവ്വ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമിൽ നിന്ന് കണ്ണിനെ തടഞ്ഞ് ഹലാല് മാത്രം നോക്കുന്ന ആളുകൾക്ക് പ്രത്യേകമായൊരു ധൈര്യവും സ്ഥൈര്യവും ഹുജ്ജത്തും പ്രാമാണികതയും നൽകും. അവരെവിടെ സംസാരിച്ചാലും പ്രമാണബദ്ധമായിരിക്കും. അസത്യത്തിൻ്റെ വക്താക്കൾ അവരുടെ മുന്നിൽ തോറ്റുപോകും. എന്നാൽ അങ്ങനെയല്ലാത്ത ആളുകൾക്ക് അവരുടേതായ ഹുജ്ജത്ത് നഷ്ടപ്പെടും, അവരുടെ ധൈര്യം നഷ്ടപ്പെടും, അവരുടെ സ്ഥൈര്യം നഷ്ടപ്പെടും. വാദങ്ങളിൽ ഉറച്ചു നിൽക്കാൻ അവർക്ക് സാധിക്കാതെ പോകും. എട്ടാമത്തത് അന്നഹു യുസ്ദലു അല ശൈത്താനി മദ്ഖലുഹു മിനൽ ഖൽബ്. ശൈത്താൻ ഹൃദയത്തിലേക്ക് കയറുന്നത്, എല്ലാ വസ്വാസമുണ്ടാക്കുന്നത് ദൃഷ്ടികളിലൂടെയാണ് എന്നാണ്. ദൃഷ്ടികൾ പിശാചിന് കയറാനുള്ള എളുപ്പമാർഗങ്ങളിൽ ഏറ്റവും എളുപ്പമുള്ള മാർഗങ്ങളിലൊന്ന് കണ്ണാണ് എന്നാണ്. നമുക്കറിയാം, അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്, മനുഷ്യ മനസ്സുകളിൽ വസ്വാസ് ഉണ്ടാക്കുന്ന ഷൈത്താൻ. ഷൈത്താൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മദ്ഖൽ എന്ന് പറയുന്നത് ദൃഷ്ടിയാണ്. ആ ദൃഷ്ടിയിലൂടെയാണ് ഒരാളിലേക്ക് പിശാച് കയറുന്നത്. ഉലമാക്കൾ പറഞ്ഞതുപോലെ, പണ്ഡിതന്മാർ വിശദീകരിച്ചതുപോലെ, സ്ത്രീകൾ ഉള്ള കാലത്തോളം പിശാച് അവൻ്റെ തന്ത്രത്തെക്കുറിച്ച് നിരാശനല്ല എന്നാണ്. പിശാച് അവൻ്റെ തന്ത്രത്തെക്കുറിച്ച് നിരാശനല്ല. എന്തുകൊണ്ട്? മനുഷ്യന് ഹറാമിലേക്ക് നോക്കാൻ താല്പര്യം കാണിക്കുന്ന കാലത്തോളം, അതിന് തയ്യാറായിക്കൊണ്ട് സ്ത്രീകൾ പുറത്തിറങ്ങുന്ന കാലത്തോളവും പിശാച് ഒരാളെക്കുറിച്ച് നിരാശനല്ല എന്നാണ്. ചരിത്രത്തിൽ ഒരുപാട് ചരിത്രങ്ങൾ അതിലുണ്ട്. നമ്മളത് വിശദീകരിക്കുന്നില്ല സമയപരിമിതി കൊണ്ട്. ഒമ്പതാമത്തത്
അള്ളാഹുവിനെ ഓർക്കാനും ഖുർആൻ പാരായണം ചെയ്യുവാനും മറ്റു നല്ല നല്ല കിതാബുകൾ വായിക്കുവാനും അതേപോലെയുള്ള നന്മ നിറഞ്ഞ കാര്യങ്ങൾക്ക് മാറി നിൽക്കാനുള്ള ഒരു അവസരമുണ്ടാകും ദൃഷ്ടികളെ നിയന്ത്രിക്കുന്നവർക്ക്. ഒരു ലളിതമായൊരു ഉദാഹരണം പറഞ്ഞാൽ മതി. ഖുർആൻ ഓതാൻ വിചാരിച്ച നമ്മൾ മൊബൈൽ ഒന്ന് ഓണാക്കിയാൽ ഖുർആനും കഴിഞ്ഞു, ദിക്റും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. പിന്നെ എല്ലാ നോട്ടവും ഇതിലേക്കായി. നമ്മൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ തീരുമാനിച്ച തീരുമാനങ്ങളൊക്കെ ഫസാദായി. ഒറ്റ ഉദാഹരണം, ബാക്കിയെല്ലാം നിങ്ങൾക്ക് വിശദീകരിക്കാം. നിങ്ങൾ ഉത്ബുദ്ധരായ ഒരു സമൂഹമാണ്. നമ്മുടെ ഒരു നോട്ടം തെറ്റിയാൽ ദിക്റ് മുടങ്ങും, ഖുർആനിൻ്റെ ഖിറാഅത്ത് മുടങ്ങും, നമസ്കാരം മുടങ്ങും, എല്ലാം മുടങ്ങും. ദൃഷ്ടികളെ നിയന്ത്രിച്ചാൽ ഖുർആൻ ഓതാനും സമയമുണ്ടാകും, ഹിഫ്ളാക്കാനും സമയമുണ്ടാകും, എല്ലാറ്റിനും സമയമുണ്ടാകും. ഒരു ദിവസത്തിൽ 24 മണിക്കൂർ തന്നെ ഉണ്ട് എന്ന് അപ്പോൾ നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്യും. നമ്മുടെ ദൃഷ്ടികൾ നിയന്ത്രിക്കാൻ നമ്മുടെ ഒരു ധാരണ എന്താണെന്ന് പറഞ്ഞാൽ അവസാന കാലഘട്ടത്തിൽ സമയം കുറയുമെന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ കട്ട് ചെയ്തിട്ട് 12 ആക്കും എന്നാണ്. അങ്ങനെയല്ല, മറിച്ച് മനുഷ്യൻ്റെ ശുഗലുകൾ വർദ്ധിക്കുമ്പോൾ അവന് സമയം മതിയാകാതെ പോകുന്നതാണ് യഥാർത്ഥത്തിൽ അതുകൊണ്ടുള്ള ഉദ്ദേശം. 10ാമത്തത്, അവസാനത്തത്, ഹൃദയം എന്നത് അതേപോലെ തന്നെ ദൃഷ്ടി എന്നത് ഇത് രണ്ടും ഒരു ജനൽ പോലെ പ്രവർത്തിക്കുന്നു എന്നാണ്. എന്താണ് അദ്ദേഹം പറയുന്നത്? അന്ന ബൈനൽ ഐനി വൽ ഖൽബി മൻഫദൻ വ ത്വരീഖൻ യൂജിബു ഇൻതിലാഖ അഹദിഹിമാ അനിൽ ആഖർ وأن يصلح بصلاحه ويفسد بفساده فإذا فسد القلب فسد النظر وإذا فسد النظر فسد القلب وكذلك في جانب الصلاح فإذا خربت العين وفسدت خرب القلب وفسد. ഹൃദയം നന്നായാൽ നോട്ടം നന്നാവും, ഹൃദയം ചീത്തയായാൽ നോട്ടം ചീത്തയാകും. നോട്ടം നന്നായാൽ ഹൃദയം നന്നാകും, നോട്ടം ചീത്തയായാൽ ഹൃദയം ചീത്തയാകും. അങ്ങോട്ടും ഇങ്ങോട്ടുമാണ്. അപ്പോൾ എന്തു വേണം? ഇത് രണ്ടിൻ്റെയും സലാഹിയത്തിന് വേണ്ടി പ്രവർത്തിക്കണം. നമ്മുടെ ഹൃദയത്തെ നന്നാക്കിയെടുക്കാൻ നമ്മൾ ഖുർആൻ പാരായണം ചെയ്യണം, ഇൽമ് നേടണം, അറിവ് നേടണം. ആ അറിവുകൾ നമുക്കിതിൻ്റെയൊക്കെ ഗൗരവം മനസ്സിലാക്കി തരും. അപ്പോൾ നാം നമ്മുടെ ദൃഷ്ടികൾ താഴ്ത്തും. ഏതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒരു സമൂഹം എല്ലാ തിന്മയിലും മുച്ചൂടും മുങ്ങിക്കുളിച്ചവരാണ്. പക്ഷേ യുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം, ഖുർആനും സുന്നത്തും പഠിപ്പിച്ചവരെ സംസ്കരിച്ചെടുത്തപ്പോൾ അവരുടെ കണ്ണുകൾ സംസ്കരിക്കപ്പെട്ടു, കാതുകൾ സംസ്കരിക്കപ്പെട്ടു, നാവുകൾ സംസ്കരിക്കപ്പെട്ടു, ജീവിതം സംസ്കരിക്കപ്പെട്ടു. അതുകൊണ്ട് കേവല ദൃഷ്ടികയെ താഴ്ത്താൻ നമുക്ക് സാധിക്കില്ല അറിവില്ലാതെ, ഹൃദയത്തെ ശുദ്ധീകരിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാതെ. അതുകൊണ്ട് ഇൽമ് നേടണം, പഠിക്കണം, മനസ്സിലാക്കണം, ഈമാനും ഇഖ്ലാസും തഖ്വയും വർദ്ധിപ്പിക്കുവാൻ ആവശ്യമായ കാര്യങ്ങളിലേക്ക് മുന്നിട്ട് ചെല്ലണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ ദൃഷ്ടികളെ താഴ്ത്താനും നമുക്ക് സാധിക്കും. ഇനി ഇതെല്ലാം പഠിച്ചിട്ടും ദൃഷ്ടികളെ നമ്മൾ താഴ്ത്തുന്നില്ലെങ്കിലോ